എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ചെറിയൊരു കഥ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും എല്ലാ മനുഷ്യന്മാരും ഉണ്ടല്ലോ, എല്ലാവരും അവരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ, മക്കളായാലും ആരായാലും അവരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ എല്ലാവരും ശ്രമിക്കാറില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടി ചെറിയ കുട്ടിയാവും. അപ്പോൾ നിലത്ത് വീഴുമ്പോൾ നിലത്ത് വീണുന്നിരിക്കുക. അപ്പോൾ അവൻ കരയുമ്പോൾ നിലത്ത് പോയിട്ട് അടിക്കുക. അമ്പ എൻ്റെ കുട്ടീനെ നീ എന്താ ചെയ്ത്, അങ്ങനെയാണ് എന്നിട്ട് 4 അടി അടിക്കും. അപ്പോൾ ആ കുട്ടിയുടെ ഉപബോധ മനസ്സിൽ എന്താണ് വരിക? കുട്ടിക്കറിയാം ഞാൻ വീണതാണ്, എൻ്റെ കുറ്റാണെന്ന് കുട്ടിക്ക് നന്നായി അറിയാം. അപ്പോൾ അതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം, ആ കുട്ടിയുടെ മനസ്സിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്താലും അത് എല്ലാവർക്കും കൊടുക്കുക. അത് തെറ്റ് അവർ ചെയ്തതാണ് എല്ലാവരും മേത്തിക്കിടുക. അത് നമ്മൾ ചെയ്യരുത്. എല്ലാ വീടുകളിലും അങ്ങനെ ചില വീടുകളിൽ നമ്മളങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കുട്ടി ഓടുമ്പോൾ വീണു, അതിന് ഭൂമിനെ അടിക്കുക. അമ്മ എൻ്റെ കുട്ടീനെ എന്താ ചെയ്ത്, അങ്ങനെ അപ്പോൾ അവരുടെ ഉപബോധ മനസ്സിൽ അങ്ങനെ ഒരു സ്വഭാവം കയറി വരികയാണ്. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് വെച്ചാൽ, ഞാനെൻ്റെ മോളനെ എന്ത് രീതിയിൽ നോക്കിണ്ടാക്കിയതെന്ന് അറിയോ? താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ വേനരിക്കും എന്ന് പറഞ്ഞിട്ട് നോക്കിണ്ടാക്കിയതാ. അവളിയും കണ്ണെന്നൊക്കെ വെള്ളം വരും. എന്നിട്ട് അവനുണ്ടല്ലോ ഇപ്പം എന്നെ തൊടുന്നില്ല, എന്നെ തൊടാൻ അവൻ അറപ്പാണ്. ഇതൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലല്ലോ. നിങ്ങൾ ചെയ്തതെന്താ? നമ്മൾ ചെയ്തതെന്താ? താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനടിക്കുന്ന നോക്കിയിട്ട് അവനോ ഒന്നും പഠിപ്പിച്ചില്ലല്ലോ. എന്തെങ്കിലും പഠിപ്പിക്കണ്ടേ? നമ്മുടെ അച്ഛനും അമ്മേനെ അവർ നോക്കണമെങ്കിൽ അവരെ ഇന്ന രീതിയിലാണ് എന്നുള്ള പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? അച്ഛനമ്മേന് അവരെന്നെ ഓരോ പണികൾ എടുത്ത് പഠിപ്പിച്ച് അവരെ സെറ്റാക്കി ഇല്ലല്ലോ. എന്ത് ചെയ്ത് അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഭക്ഷണം പോലെ എല്ലാ സാധനങ്ങളും അവർക്ക് അവർക്ക് കൊടുത്തു. എല്ലാ സാധനങ്ങളും അവരുടെ ഉപബോധം മനസ്സിലെന്താ, എല്ലാം എനിക്ക് തയ്യാറായിട്ട് എൻ്റെ അച്ഛനമ്മയും തരണ്ടേ, എല്ലാം എനിക്ക് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അത് കിട്ടാണ്ടാകുമ്പോൾ അവർക്ക് ദേഷ്യമാണ്. ഞാൻ മുന്നത്തെ കഥയിൽ പറഞ്ഞ പോലെ. പിന്നെ അച്ഛനമ്മയോടുള്ള സ്നേഹമല്ല, അവർക്ക് ദേഷ്യമാണ് വരുന്നത്. അത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ പഠിപ്പിക്കാത്തതിൻ്റെ കുഴപ്പമാണത്. മിക്ക വീടുകളിലുള്ള ഒരു പ്രശ്നമാണ് അച്ഛനമ്മമാരും വിദ്യാസ്വാതന്ത്ര്യം ഉണ്ടാക്കുക. എന്നിട്ട് അവർ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഇതൊന്നും മനസ്സിലാക്കാതെ ഇവിടെ വീണ്ടും നമ്മുടെ വീട്ടിൽ അവന് വേണ്ട എല്ലാ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുത്ത് ഒരു വീട്ടിലൊരു പണിയും ചെയ്യിപ്പിക്കാതെ അങ്ങനെ വളർത്തിണ്ടാക്കണം. അവൻ്റെ കയ്യിൽ ബൈ ചാൻസ് ആരെങ്കിലും പേടിച്ചിട്ട് കാശുണ്ടെങ്കിൽ വല്ല ഹോം നേഴ്സിനെ വെച്ചിട്ടെങ്കിലും നമ്മളെ നോക്കും ചിലവർ, പഠിക്കാത്തവർ. അല്ലാത്തവർക്ക് തുറന്ന കറുപ്പാണ്, അവർക്കത് അറിയില്ല. അവർക്ക് വരുമ്പോഴാണ് അവർക്ക് ആ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അവർ ചിന്തിക്കുക. ആ സമയത്ത് ചിന്തിച്ചുള്ള കാര്യമുണ്ടോ? വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ്, നാട്ടിലെ ബുദ്ധിമുട്ട്, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടറിഞ്ഞ് നമ്മൾ ജീവിതം എന്താണെന്ന് പഠിച്ചു വളരണം. അല്ലെങ്കിൽ മുമ്പത്തെ ഞാനൊരു കഥ പറഞ്ഞിട്ടുണ്ട്. പരുന്തിൻ്റെ കുട്ടി കോഴിക്കോട്ടിൽ അതിൻ്റെ മുട്ട എങ്ങനെ വന്നു പെട്ടു, അത് വിരിഞ്ഞു, കോഴികളെ പോലെ ചിക്കി മാന്തി അങ്ങനെ ജീവിച്ചു മരിക്കും. അതിന് പറക്കാൻ പഠിക്കണം, അതിന് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്, ഈ അമ്മയുടെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട് പറക്കാൻ പഠിക്കണം, അങ്ങനെ ഇരേനെ പിടിക്കാൻ പഠിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ പഠിച്ചത് എന്താ? കോഴിയുടെ പോലെ ചെക്കി മാന്തി പഠിക്കണമെന്നാണ് പഠിച്ചത്. അപ്പോൾ പരുന്തിൻ്റെ കുട്ടിയായിരുന്നു അത്. എൻ്റെ മുന്നത്തെ കഥയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് രീതി വേണം, നമുക്ക് എന്താ വേണ്ടത്, ഈ ലോകത്തുള്ള സാധാരണ മനുഷ്യന്മാർക്കൊക്കെ എന്താണ് വേണ്ടത്, അത് പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാതെ വെറുതെ വിഷമിച്ച് ഇരുന്നുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അതിന് കുറച്ച് ആത്മീയത, നമ്മുടെ ലോകത്തുള്ള മറ്റുള്ള മനുഷ്യന്മാരെയാണ് ശരിക്കും വിവരം ബുദ്ധിയുള്ള ആൾക്കാർ.
നമ്മളായിട്ടൊക്കെ കഴിവുള്ളതാണ് മൃഗങ്ങളൊക്കെ ഇവരൊക്കെ. അവർക്ക് പക്ഷേ എന്തുണ്ട്, ചിന്തിച്ച് ഓരോ പ്രവൃത്തികൾ ചെയ്യാനുള്ള കഴിവില്ല. ഇപ്പം നമ്മളെ പോലെ ആയുധം ഉണ്ടാക്കാനോ തോക്കുണ്ടാക്കാനോ അങ്ങനെ ബുദ്ധിപരമായ കാര്യങ്ങൾ ഇപ്പം നമ്മൾ അതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്ക് ഒരു മഴ പെയ്യുമ്പോൾ ഒരു നായ മറത്ത് വന്ന് കിടന്നാലടക്കം നമ്മളതിനെ അതും നമ്മളെ പോലെ ജീവി തന്നെയാണ്. അത് അവിടെ കിടന്നോട്ടെ എന്ന് നമ്മൾ വിചാരിക്കില്ല. അതിനെ കല്ലെറിഞ്ഞ് ഓടിപ്പിക്കുക. അതിൻ്റെ കാലം വൈകി ഓടിഞ്ഞെങ്കിൽ അതും കൊണ്ട് അത് പേടിച്ചിട്ട് ഓടിപ്പോവും. അപ്പം നമ്മൾ സഹജീവികളുടെ വേദനകൾ മനസ്സിലാക്കുക. ഞാനൊക്കെ ഇറച്ചി മീനും മുട്ടയും കഴിച്ചിരുന്ന ഒരാളാണ്. ഞാൻ വലുതായപ്പോൾ 25 കൊല്ലം കഴിഞ്ഞു ഇറച്ചി മീനും മുട്ട കഴിക്കുന്നത്. ഒരു ജീവികളൊക്കെ വന്നിട്ട് അതിൻ്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് അത് കഴിക്കണ്ട വെച്ചിട്ട് തന്നെയാണ്. കഴിക്കാത്ത ആൾക്കാർക്ക് കുഴപ്പമില്ല, പക്ഷെ കഴിച്ചേരുന്ന ആൾക്കാർക്ക് നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ പോലെ വേദനയും പേടിയൊക്കെ മറ്റുള്ളവർക്കുണ്ട്. എന്താ, അവർക്ക് സംസാരിക്കാൻ കഴിവില്ല, മൃഗങ്ങളാണെന്ന് വെച്ചിട്ട് അവർക്ക് എന്താ വേദന ഉണ്ടാവില്ലേ? ഇത് ലോകത്തിൽ ഒറ്റ ആൾക്കാർ ഇതുവരെ മനസ്സിലാക്കുന്നില്ല. എങ്ങനെയെങ്കിലും 5-6 തരം ഇറച്ചി കൂട്ടിയിട്ട് ഒരു കല്യാണം ഉണ്ടെങ്കിൽ 5-6 തരം ഇറച്ചി കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കണം. കുറേ വേസ്റ്റ് ആവണോ, എത്ര ജീവികളെ കൊന്നു ഇതാക്കണോ, അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. വേദനയും പ്രശ്നമല്ല. മറ്റുള്ളവരുടെ വേദന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അതല്ലേ സത്യം. കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അതല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു കയറ്റത്തിൻ്റെ ഒരു ഇറക്കാം. കൊന്ന പാവം തിന്നേ തീരൂ. തിന്നേച്ചിൽ ഭക്ഷണം കഴിച്ചിട്ട് തീരുന്നല്ല, അത് വേദനയായിട്ട് തിന്നേ തീരുമോ, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നന്ദി, നമസ്കാരം.